പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണല്ലോ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ ചെയ്യണതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് മസാലയൊക്കെ ചെയ്തിട്ടാണ് ഈ ഗോതമ്പ് ദോശ റെഡിയാക്കണത് കേട്ടോ. അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉള്ളിച്ചമ്മന്തി തന്നെയാണ്. നമ്മൾ സാധാരണ എല്ലാവരും റെഡിയാക്കുന്ന ഉള്ളിച്ചമ്മന്തി തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുന്നത് കൂടെ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. ഞാനിവിടെ ഒരു ബൗൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചീകിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊന്നും ഇടാതെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചീകിയിട്ട് ചേർക്കുമ്പോൾ ഈ മാവിൽ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് മിക്സ് ആയിട്ട് വരും. നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കണതിനേക്കാളും ഇങ്ങനെ ചീകിയിട്ട് ചേർക്കുന്നത് നല്ലത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു സവാളയും അതുപോലെ തന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒരു വലിയ സവാള ഉണ്ടായിരുന്നു, അത് ചെറുതാക്കി അരിഞ്ഞതാണ്. അതിനുശേഷം ജീരകപ്പൊടിയാണ്. ജീരകം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഒരുപാട് കൂടിപ്പോരുത്, കുറച്ച് ഒരു പിഞ്ചൊക്കെ ചേർത്തിയാലും മതി. അതുകൂടെ ചേർത്തി പിന്നീട് നമുക്ക് മാവിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ലേശം മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ല, മല്ലിയില മാത്രം ചേർത്തിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നീട് നമുക്ക് മാവിലേക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണല്ലോ വേണ്ടത്. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി എടുക്കാം. മാവ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ ദോശ റെഡിയാക്കണ പോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യോ അതുപോലെ എന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഇത് റെഡി ആയിക്കൊണ്ട് വരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ എപ്പോഴും റെഡിയാക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് മാത്രം ഒന്ന് കുറച്ചാൽ മതി. പച്ചമുളകിൻ്റെ അതുപോലെ തന്നെ മുളക് പൊടി കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.